നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരിച്ചുപിടിച്ചു. ബംഗാളിൽ CPM തിരിച്ചുപിടിച്ചിട്ടുണ്ട്. കേരള മാധ്യമങ്ങൾ മുക്കിയ ബംഗാളിലെ CPMന്റെ ആ മഹാവിജയം പുറത്തേക്ക്. വൻ ട്വിസ്റ്റാണ് മക്കളെ സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൽ തോറ്റാൽ എന്താ? ബംഗാളിലെ ട്വിസ്റ്റിൽ AKG സെന്ററിൽ പടക്കം പൊട്ടിച്ച് ആഘോഷം നടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ് MV ഗോവിന്ദൻ. നിസ്സാര കാര്യമാണോ സംഭവിച്ചിരിക്കുന്നത്? മമതയുടെ കാലത്ത് തൃണമൂൽ കൈയേറിയ പാർട്ടി ആഫീസുകൾ തിരിച്ചുപിടിച്ചിരിക്കുകയാണ് CPMന്റെ ഇത്രയും വലിയ വിജയം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങ് മുക്കിക്കളഞ്ഞു. അതെന്താ മാധ്യമങ്ങളെ? BJP പിന്തുണയിൽ പാർട്ടി ആഫീസുകൾ CPM തിരിച്ചുപിടിച്ചത് കൊണ്ടാണോ വാർത്ത കൊടുക്കാൻ മടി? സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പാർട്ടി ആഫീസ് തിരിച്ചെടുക്കുന്ന ബംഗാൾ സഖാക്കളുടെ ആവേശം നിറഞ്ഞ ദൃശ്യങ്ങളും ചിത്രങ്ങളും. 3 പതിറ്റാണ്ട് ബംഗാൾ ഭരിച്ചവരുടെ ഗതികേടൊന്ന് നോക്കണേ. കയ്യിലിരിപ്പ് കൊണ്ട് ബംഗാളും ത്രിപുരയും തൊലച്ചു. അവശേഷിക്കുന്ന കേരളത്തിൽ പ്രസ്ഥാനത്തിന്റെ കഴുക്കോലൂരി കപ്പിത്താൻ. ഇനിയെങ്കിലും നന്നായില്ലെങ്കിൽ കേരളവും കയ്യിൽ നിന്ന് പോകും. ആഹാ, സമാധാനമായി. ഇന്നലെ വരെ ആ മറുത തള്ളയെ പേടിച്ച് മാളത്തിലിരിക്കുകയായിരുന്നു. ഇപ്പോൾ BJP അധികാരം പിടിച്ചപ്പോൾ മാളത്തിൽ നിന്നും ഇറങ്ങി പാർട്ടി ആഫീസ് തിരിച്ചുപിടിച്ചു. ഇനി നാളെ മുതൽ അതിനുള്ളിൽ ആസനം ഉറപ്പിച്ച ശേഷം വേണം BJP ഫാസിസത്തെക്കുറിച്ച് എഴുതി പോരാട്ടം തുടങ്ങാൻ. ലാൽ സലാം. ബംഗാൾ കമ്മികൾ ആവേശത്തിൽ. പച്ചയ്ക്ക് പരിഹാസ പോസ്റ്റുകളാണ് CPMന് നേരെ നിറയുന്നത്. വർഗീയതയെ ഞങ്ങൾ ചെറുക്കും, സംഘപരിവാറിനെ എതിർക്കും പറഞ്ഞു ഒടുക്കം കമ്മികളെല്ലാം കൂട്ടത്തോടെ BJPയിൽ ചേർന്നതാണ് ബംഗാളിലെ കാഴ്ച. ബംഗാളിൽ അടച്ചുപൂട്ടിയ CPM ഓഫീസുകൾ തുറക്കാൻ ഇപ്പോഴാണ് CPMന് ധൈര്യം വന്നത്. ചെങ്കൊടിക്കൊപ്പം കാവിക്കൊടിയും ചേർത്ത് പിടിക്കാനാണ് ഗതികേട്. ഇങ്ങനെ നീളുകയാണ് CPMനുള്ള പരിഹാസം. ഇതിലും വലിയ എന്തടിയാണ് CPMന് കിട്ടാനുള്ളത്? ഞങ്ങൾ കമ്മികളെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് ഡയലോഗ് അടിക്കുന്നില്ലേ ഗോവിന്ദൻ സഖാവേ? ഇത് BJP ബംഗാളിൽ ജയിച്ചതുകൊണ്ടല്ല, തങ്ങൾക്കൊരു സീറ്റും കുറെ വോട്ടും കിട്ടിയത് കൊണ്ടാണ് എന്ന ക്യാപ്സൂള് വരും. തോറ്റു എന്നോ ഭരണമാറ്റം വന്നു എന്നോ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാകില്ല എന്നും പരിഹാസങ്ങൾ നിറയുന്നു. ഇനിയിപ്പോൾ BJPയുടെ കാവലിൽ ബംഗാളിൽ കീലേരി അച്ചു കളിക്കും CPMകാർ. ഇതുവരെ അടിച്ച് ചോര തുപ്പിച്ച തൃണമൂലിനോട് ഒന്ന് ഞെളിയും. എന്തോരം ഗതികേടാണ് ഈ പാർട്ടിക്കെന്ന് ഓർക്കണേ. കേരളത്തിൽ കയ്യിലുണ്ടായിരുന്ന അധികാരം അഹങ്കാരം കാണിച്ചാണ് കളഞ്ഞത്. കേരളം വിട്ടാലോ ഒന്നുകിൽ കോൺഗ്രസ് കൊടി അല്ലെങ്കിൽ കാവിക്കൊടി. അതിൻ്റെ പിന്നിലാണ് CPM. ബംഗാളിൽ ഇങ്ങനെയും നാണം കെടേണ്ടിയവരായിരുന്നോ CPM? പിന്നൊരു കാര്യമുണ്ട്. തൃണമൂൽ അടിച്ച് ചോര തുപ്പിക്കുന്നതിന് മുൻപ് ഭരണത്തിൽ ഇരിക്കുമ്പോൾ കാണിച്ച കയ്യിലിരിപ്പിന് കൂടിയാണ് ബംഗാളിൽ നിന്നും തൂത്തെറിയപ്പെട്ടത്. നമുക്ക് ബംഗാളിൽ CPMന്റെ പ്രതാപം മുതൽ ഒന്ന് പരിശോധിക്കാം. ബംഗാളിൽ നിന്ന് വെറുതെ തൂത്തെറിഞ്ഞതല്ല CPMനെ ജനങ്ങൾ. കേരളത്തിൽ മനുഷ്യനാകണം എന്നൊക്കെ പാട്ട് പാടുന്നത് പോലെ ആയിരുന്നില്ല ബംഗാളിൽ CPMന്റെ ചരിത്രം. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് എക്കാലവും ചോര ഒഴുകിയിട്ടുണ്ട്. വേട്ടക്കാരുടെയും ഇരകളുടെയും പാർട്ടികൾ മാറി മാറി വരും എന്നേ ഉള്ളൂ. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ സിദ്ധാർത്ഥ് ശങ്കർ റേയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ CPMനെ വേട്ടയാടി. പോലീസിനെ വിട്ടും ഗുണ്ടകളെ ഇറക്കിയും നിരവധി പാർട്ടി പ്രവർത്തകരെ കൊന്നൊടുക്കി. എന്നാൽ CPM അധികാരത്തിൽ വന്നതോടെ ഇതിനെല്ലാം കണക്ക് തീർത്തു. പിന്നീട് അങ്ങോട്ട് 3 പതിറ്റാണ്ട് CPM നരനായാട്ടാണ് ബംഗാളിൽ കണ്ടത്. കോൺഗ്രസ് നേതാവായിരുന്ന മമതാ ബാനർജിയെ പോലും അക്കാലത്ത് അവർ വെറുതെ വിട്ടില്ല. ഭാഗ്യം കൊണ്ടാണ് മമതയൊക്കെ രക്ഷപ്പെട്ടത്. എന്നാൽ CPMനെ നിഷ്കാസിതരാക്കി തൃണമൂൽ അധികാരം പിടിച്ചതോടെ പിന്നെ CPM തൃണമൂൽ സംഘർഷങ്ങളുടെ കാലമായി. തൃണമൂലിൻ്റെയും അവരുടെ കുപ്രസിദ്ധമായ ബൈക്ക് ബ്രിഗേഡിൻ്റെയും ആക്രമണം സഹിക്കവയ്യാതെ CPM പ്രവർത്തകർ കൂട്ടമായി BJPയിൽ ചേർന്നു. ഇപ്പോൾ ബംഗാൾ ചുവക്കുന്നത് തൃണമൂൽ BJP ഏറ്റുമുട്ടലുകളെ തുടർന്നാണ്. 3 പതിറ്റാണ്ട് ഈ നാട് ഭരിച്ച ഇടതുപക്ഷം ഇന്ന് ചിത്രത്തിലേയില്ല. ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല ബംഗാൾ ആക്രമണങ്ങൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അക്രമങ്ങൾ CBI അന്വേഷിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ടവരും അസ്വാഭാവികമായി മരണപ്പെട്ടവരും ഉൾപ്പെടെ 52 പേരുടെ കേസുകളിലാണ് CBI അന്വേഷണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുണ്ടായ അക്രമത്തിനിടയിൽ 39 പേർ ബലാത്സംഗം ചെയ്യപ്പെട്ട കേസുകളും CBI അന്വേഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദം പോലും ഇവിടെ കൂട്ട ബലാത്സംഗത്തിന് വഴിവെക്കുന്നു. ഇനി ഇപ്പോഴത്തെ കലാപത്തിൻ്റെയും കൊള്ളിവെപ്പിൻ്റെയും അന്വേഷണം വേറെ നടക്കും. ശരിക്കും ചോര പുരണ്ടതാണ് ബംഗാളിൻ്റെ ചരിത്രം. ബംഗാളിൽ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ആയിരക്കണക്കിന് CPM പ്രവർത്തകരും നേതാക്കളുമാണ് കോൺഗ്രസുകാരുമായും പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്.
72 മുതൽ 77 വരെ ബംഗാൾ ഭരിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധാർത്ഥ് ശങ്കർ റേയുടെ ഭരണകാലം ശരിക്കും അർദ്ധ ഫാസിസ്റ്റ് ഭരണം തന്നെയായിരുന്നു. മാർക്സിസ്റ്റുകാർക്കൊപ്പം നക്സലൈറ്റുകളെ അടിച്ചമർത്തലും ഇക്കാലയളവിൽ നടന്നു. 1977 ജൂണിൽ പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ജനതാ പാർട്ടിയുമായി ചേർന്ന് മത്സരിക്കാനാണ് അവർ തീരുമാനിച്ചത്. ഇടതുമുന്നണി ജനതാ പാർട്ടിക്ക് 52% സീറ്റുകളും പാർട്ടി നേതാവ് പ്രഫുല്ല ചന്ദ്ര സെന്നിന് മുഖ്യമന്ത്രി സ്ഥാനവും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ 56% സീറ്റിൽ കുറവൊന്നും പാർട്ടിക്ക് സമ്മതമായിരുന്നില്ല. അങ്ങനെ ഇടതുമുന്നണി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഫലം CPM-നെ പോലും ഞെട്ടിച്ചു. 294 സീറ്റിൽ 231 സീറ്റും നേടിയാണ് ഇടതുമുന്നണി വിജയിച്ചത്. നിങ്ങൾക്ക് ആ വിജയം എങ്ങനെ കിട്ടിയതാണ്? ഒരു മാറ്റത്തിന് വേണ്ടി, നല്ല ഒരു ജീവിത സാഹചര്യത്തിന് വേണ്ടി അവിടുത്തെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് കുത്തിയതാണ്. പക്ഷേ നിങ്ങൾ തിരിച്ചെന്താണ് ആ ജനതയോട് ചെയ്തത്? CPM 178 സീറ്റുകൾ നേടി. ജനം അത്രയേറെ കോൺഗ്രസ് ഭരണത്തെ വെറുത്തിരുന്നു. അങ്ങനെ 1977 ജൂൺ 21 ജ്യോതി ബസു മുഖ്യമന്ത്രിയായി ഇടതുമുന്നണി സർക്കാർ രൂപീകരിച്ചു. ബസുവിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടതായിരുന്നു. 1977 2011 കാലയളവിൽ ഇടതുമുന്നണി തുടർച്ചയായി 7 തവണ സംസ്ഥാനം ഭരിച്ചു. 5 തവണ ജ്യോതി ബസു മുഖ്യമന്ത്രിയായി, 2 തവണ ബുദ്ധദേവ് ഭട്ടാചാര്യയും. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അധികാരം നഷ്ടമാകുന്നത് വരെ ഈ കുത്തക തുടർന്നു. പക്ഷേ കോൺഗ്രസിന്റെ ആക്രമത്തിന്റെ ഇരകളായ CPM-കാർ അധികാരം കിട്ടിയപ്പോൾ അതിനേക്കാൾ വലിയ അക്രമികളും അഴിമതിക്കാരുമാകുന്ന കാഴ്ചയാണ് പിന്നീട് ബംഗാൾ കണ്ടത്. പശ്ചിമ ബംഗാളിൽ CPM ഭരണകാലത്ത്, അതായത് 1977 2009 വരെ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ഡി ബന്ദോപാധ്യായയുടെ റിപ്പോർട്ട് പ്രകാരം 55,408 കൊലകളാണ് നടന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബംഗാളി മാധ്യമ പ്രവർത്തകനായ സൗർജ ഭൗമിക് എഴുതിയ ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന പുസ്തകം വിവരിക്കുന്നത് 3.5 പതിറ്റാണ്ടുകാലം പശ്ചിമ ബംഗാൾ അടക്കി ഭരിച്ച CPM ഇപ്പോൾ നിയമസഭയിലേക്ക് ഒരംഗത്തെ പോലും ജയിപ്പിക്കാനാകാത്ത വിധം തകർന്നതിൻ്റെ കാരണങ്ങളാണ്. CPM ഭരണകാലത്ത് ഒരു സ്റ്റേറ്റിനെ ഒന്നടങ്കം അവർ ഗുണ്ടാവൽക്കരിച്ചു. ഏരിയ ഡോമിനേഷൻ എന്ന ഒരു പരിപാടിയാണ് തങ്ങളുടെ വളർച്ചയ്ക്കായി CPM 70കളിൽ ബംഗാളിൽ പ്രയോഗിച്ചത്. കേരളത്തിൽ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയ പതിപ്പ്. അതായത് ഒരു പ്രദേശം തങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അവിടെ മറ്റു പാർട്ടിക്കാർ പാടില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഗ്രാമം വിട്ടുപോകാം, അല്ലെങ്കിൽ CPM-ലേക്ക് മാറാം. CPM-ന്റെ ഗുണ്ട വിളയാട്ടത്തെ ഭയന്ന് പലരും CPM-ലേക്ക് ചേർന്നു. പക്ഷെ അതിനെ എതിർത്ത സൈൻ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്തു. സൈൻബാരി കൂട്ടക്കൊല, മറിഞ്ചഹാബി കൂട്ടക്കൊല, CPM-ന്റെ ക്രൂരമുഖം ബംഗാൾ കണ്ടു. അതുപോലെ CPM-നെ കണ്ണിന് നേരെ കണ്ടുകൂടാത്ത ഒരു വിഭാഗമായിരുന്നു മാർഗികൾ എന്ന ആത്മീയ കൾട്ട്. 1982 ഏപ്രിൽ 30 ഒരു സ്ത്രീ ഉൾപ്പെടെ 17 ആനന്ദ മാർഗി സന്യാസികൾ ആക്രമിക്കപ്പെട്ടു. തങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കുള്ള യാത്രയിലായിരുന്നു ആ സന്യാസികൾ. CPM പ്രവർത്തകർ അവരുടെ കാറുകൾ തടഞ്ഞു നിർത്തി പുറത്തേക്ക് വലിച്ചിഴച്ച് പിന്നെ കല്ലും വടിയും ഒക്കെ ഉപയോഗിച്ച് അവരെ തല്ലിക്കൊന്നു. തങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ ബംഗാളിലെ CPM നേതൃത്വം അക്കാലത്ത് കൽപ്പിച്ചിരുന്നത് വധശിക്ഷയായിരുന്നു എന്നാണ് ആരോപണം. എന്തിനധികം മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിക്ക് വരെ CPM ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് ജീവൻ തിരിച്ചുപിടിക്കാനായത്. 1990 DYFI പ്രവർത്തകർ നിർദ്ദയം വടികളും ഇരുമ്പ് ദണ്ടുകളുമായി മമതയെയും സംഘത്തെയും ആക്രമിച്ചു. തലയിൽ ബാൻഡേജുമായി പ്രത്യക്ഷപ്പെട്ട മമതയുടെ പ്രതിച്ഛായ ധീരയായ നേതാവ്, സ്ട്രീറ്റ് ഫൈറ്റർ തുടങ്ങിയ നിലകളിലേക്ക് ഉയരുന്നത് അവിടെ നിന്നാണ്. 1996 റൈറ്റേഴ്സ് ബിൽഡിംഗിലേക്ക് മമതയുടെ നേതൃത്വത്തിൽ മാർച്ച് ചെയ്ത യൂത്ത് കോൺഗ്രസുകാർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു. 13 പേർക്ക് അന്ന് ജീവൻ നഷ്ടപ്പെട്ടു. ജ്യോതി ബസുവിന്റെ പോലീസ് അടിച്ചോടിച്ചവരെ പിടിച്ചു വലിച്ചിഴച്ചാണ് കൊണ്ടുപോയത്. അന്ന് മമത എടുത്ത ദൃഢപ്രതിജ്ഞയാണത്രേ ബംഗാളിൽ CPM-നെ തറപറ്റിക്കുമെന്ന്. അതിന് കോൺഗ്രസ് വേണ്ട രീതിയിൽ സഹകരിക്കില്ല എന്ന് വന്നപ്പോൾ അവർ സ്വന്തമായി പാർട്ടിയും ഉണ്ടാക്കി. CPM അക്രമത്തിന്റെ ഡോസ് നന്നായി അറിയാവുന്ന മമത അതേ രീതിയിൽ തന്നെ ആക്രമണം അഴിച്ചുവിടാൻ ഒരു സേനയെ ഉണ്ടാക്കി. CPM മുൻപ് നടപ്പാക്കിയ ഏരിയ ഡോമിനേഷൻ ഇപ്പോൾ തൃണമൂലും നടപ്പാക്കി സജ്ജമായി വന്നതായിരുന്നു.
പരിവർത്തൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് 2011 മമതാ ബാനർജി അധികാരത്തിൽ വന്നത്. എന്നാൽ മമതയുടെ വരവോടെ ഗുണ്ടകളും മാഫിയ സംഘങ്ങളുമൊക്കെ തൃണമൂലിലേക്ക് കളം മാറ്റി ചവിട്ടിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആയിരക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകർ അവരുടെ ആക്രമണത്തിനിരയായി. നൂറുകണക്കിന് പേർ മരിച്ചു. ആയിരക്കണക്കിന് വീടുകൾ തകർക്കപ്പെട്ടു, തീ വെച്ച് നശിപ്പിക്കപ്പെട്ടു. സ്ത്രീകളെയും പുരുഷന്മാരെയും വീടുകളിൽ നിന്ന് ആട്ടി ഓടിച്ചു. സ്ത്രീകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു. CPM-നെ തകർക്കാൻ മാവോയിസ്റ്റുകളെ വരെ കൂട്ടുപിടിച്ച മമത അധികാരം കിട്ടിയപ്പോൾ ആദ്യം ചെയ്തത് കിഷൻജി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ എൻകൗണ്ടറിൽ കൊലപ്പെടുത്തുകയായിരുന്നു. തീർന്നില്ല, BJP-യെയും കൊന്നൊടുക്കി. BJP-യും പിന്നെ തൃണമൂലും തമ്മിലായി നേർക്കുനേർ പോര്. അങ്ങനെ BJP പ്രവർത്തകരെയും കൊന്നൊടുക്കി. BJP-യുടെയും CPM-ന്റെയും പാർട്ടി കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. പാർട്ടി ആഫീസുകൾ പിടിച്ചെടുക്കപ്പെട്ടു. ഇപ്പോൾ തൃണമൂലിൽ നിന്നും അധികാരം പോയി, BJP അധികാരം പിടിച്ചെടുക്കുന്നു. ഇനി BJP ബംഗാളിൽ എങ്ങനെ ഭരിക്കും? ഒരു ജനാധിപത്യ ഭരണം അവിടെ ഉണ്ടാകുമോ? അതോ ഇതുപോലെ കൊലയും കൊള്ളിവെപ്പും ഒക്കെ തന്നെയാണോ ബംഗാളിനെ വീണ്ടും കാത്തിരിക്കുന്നത്? ഇവിടെ വലിയൊരു പ്രതീക്ഷയിലായിരുന്നു CPM-നെ അവർ അധികാരത്തിലെത്തിച്ചത്. അതേ CPM അവരുടെ തലയെടുക്കുന്ന നിലയിലേക്ക് പോയപ്പോൾ തൃണമൂലിന് അധികാരം കൊടുത്തു. തൃണമൂലും ബംഗാൾ ജനതയെ കൊന്നൊടുക്കി. അതോടെ BJP-ക്ക് അധികാരം കൊടുത്തു. ഒരവസരം നോക്കുകയാണ്. അവിടുത്തെ ജനം ഒന്ന് ജീവിക്കുന്നതിന് വേണ്ടി, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് വേണ്ടി പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ വരുന്നവരെല്ലാം അവരെ പിച്ചി ചീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ബംഗാളിൽ നമ്മൾ ഇവിടെ കേരളത്തിൽ കാണുന്ന CPM പറയുന്നത് പോലെ നമ്മൾ മനുഷ്യത്വവും മനുഷ്യനാകണം എന്നൊക്കെ പറയുമെങ്കിലും ബംഗാളിൽ അതായിരുന്നില്ല ചിത്രം. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ജനം നിങ്ങളെ തൂത്തെറിഞ്ഞത്. ഇന്നിപ്പോൾ BJP അവിടെ അധികാരം പിടിച്ചപ്പോൾ മാത്രമാണ് CPM-ന് അവരുടെ പാർട്ടി ആഫീസുകളിൽ പോലും ഒന്ന് കാലുകുത്താൻ കഴിഞ്ഞത്. ഇനി കൂട്ടത്തോടെ ഈ CPM-കാർ BJP-യിലേക്ക് ഒഴുകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. എന്തായാലും ബംഗാളിൽ വല്ലാത്ത തോൽവിയും ഒടുക്കത്തെ പതനവുമാണ് CPM-നെയും കാത്തിരുന്നത്. ഈ ബംഗാളിനെ കുറിച്ച് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് കേരളത്തിലെ CPM-ന് അഹങ്കാരം കൊണ്ട് കൈ കഴുകി കഴിഞ്ഞാൽ ബംഗാളും ത്രിപുരയുമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചുവരവിന് ശ്രമിക്കുക, ജനപിന്തുണ ആർജിക്കുക, താഴെത്തട്ടിൽ വീണ്ടും ശക്തമാകുക. ഇതൊരു മുന്നറിയിപ്പാണ്, ഇതൊരു ഉപദേശമായിട്ട് കണ്ടാൽ മതി. കാരണം ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് തിരിച്ചു വരാൻ. ജനങ്ങൾക്ക് മുകളിലല്ല ഇവിടെ ഒരു പാർട്ടിക്കാരും. കാരണം നിങ്ങൾ ഏത് പാർട്ടിക്കാർ അഹങ്കരിച്ചാലും നിങ്ങളെ അധികാരത്തിലെത്തിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയുമെങ്കിൽ താഴെ ഇറക്കാനും ജനങ്ങൾക്കറിയാം. ആ ബോധ്യം ഉണ്ടായിരിക്കുക, ആ ബോധം ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.